വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ബീഹാറിലെ 38 ജില്ലകളിലായി 243 സീറ്റുകൾ. ആദ്യത്തെ ജില്ല അരാരിയയാണ്. അരാരിയയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ബങ്കയാണ്. ബങ്കയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഔറംഗാബാദാണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 4 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ബെഗുസരായിയാണ്. ബെഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഭോജ്പൂരാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ്. ബക്സറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റ് കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ്. ഗയയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് RJD സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP JDU സഖ്യമായ NDA സഖ്യവും 3 സീറ്റുകൾ വരെ RJD കോൺഗ്രസ് സഖ്യമായ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ജാമുയിയാണ്. ജാമുയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ജഹനാബാദാണ്. ജഹനാബാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഗഗാരിയാണ്. ഗഗാരിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ചിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല കൈമൂറാണ്. കൈമൂറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ലഖിസറായിയാണ്. ലഖിസറായിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും NDA സഖ്യം നേടാനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ
1 സീറ്റ് NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല മുസഫർപൂരാണ്. മുസഫർപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 8 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല നളന്ദയാണ്. നളന്ദയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല നവാഡയാണ്. നവാഡയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല പട്നയാണ്. പട്നയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും 8 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല പൂർണിയയാണ്. പൂർണിയയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല റോഹ്താസാണ്. റോഹ്താസിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല സഹർസയാണ്. സഹർസയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 6 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ഷിയോഹറാണ്. ഷിയോഹറിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റ് ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. ബീഹാറിലെ അടുത്ത ജില്ല ശരണാണ്. ശരണിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല സീതാമർഹിയാണ്. സീതാമർഹിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല സുപോളാണ്. സുപോളിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല ശിവാനാണ്. ശിവാനിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 4 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ്. വൈശാലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാറിലെ അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ്. വെസ്റ്റ് ചമ്പാരനിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ NDA സഖ്യവും 5 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ 104 സീറ്റുകൾ വരെ NDA സഖ്യവും 137 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.